morning, everybody. I am Dr. Chitra Suresh Kumar, consultant urogynecologist at PRS Hospital. ഇന്ന് നമ്മൾ എപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു പ്രശ്നം കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് യൂറിൻ ലീക്കേജ്. ഇത് ഒരു കോമൺ പ്രോബ്ലമാണ്. യൂഷ്വലി ലേഡീസ്, മിഡിൽ ഏജ് ലേഡീസ്, പിന്നെ മെനോപോസ് കഴിഞ്ഞവർക്കാണ് കൂടുതൽ നമ്മളിത് കേൾക്കുന്നത്. ബട്ട് ഈവൻ യങ് ഗേൾസ്, പ്രസവം കഴിഞ്ഞ യങ് മദേഴ്സ്, അവർക്കും ഈ ഇഷ്യൂ കാണാം. സോ വാട്ട് ഈസ് യൂറിനറി ഇൻകോണ്ടിനൻസ്? ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്. അത് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ ബാത്റൂം പോവുക, മൂത്രം ഒഴിക്കുക. പിന്നെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു, പക്ഷേ സിറ്റുവേഷൻ ഇസ് നോട്ട് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ പിടിച്ചു വയ്ക്കുക. ഇതാണ് നോർമലി ഈ ഓർഗൻ ബ്ലാഡറുടെ ഫങ്ഷനാണ്. പിന്നെ യൂറിൻ സ്റ്റോർ ചെയ്യും. ഒരു കപ്പാസിറ്റി പറയുന്നത് മാക്സിമം എത്ര ഹോൾഡ് ചെയ്യും, അതാണ് നമ്മൾ കപ്പാസിറ്റി പറയുന്നത്. അത് നോർമലി ഒരു 300 to 400 ml, ചിലപ്പോൾ 500 ml വരെ പോകാറുണ്ട്. അതൊരു ഹാബിറ്റ് വെച്ചിട്ടാണ്, ഓരോരുത്തർ ഹാബിറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഒരു ദിവസം 7 പ്രാവശ്യം നോർമൽ വോയിഡ് ചെയ്യുന്ന ഫ്രീക്വൻസി, അതായത് എത്ര മുறை നോർമലിന് പറയാൻ വെച്ചാൽ യൂഷ്വലി 7 times ഫ്രം മോർണിംഗ് 7 AM ടു നൈറ്റ് ബെഡ് ടൈം 10 മണിക്ക് മുന്നേ 7 times ഇസ് ദ നോർമൽ അക്സെപ്റ്റഡ് ഫ്രീക്വൻസി. പിന്നെ പ്രായം അനുസരിച്ച് ചിലപ്പോൾ ചിലർ നൈറ്റിൽ എണീക്കത്തേയില്ല. ചിലർ ആഫ്റ്റർ 60 years they might wake up once, 70 years ആകുമ്പോഴത്തേക്ക് twice, അങ്ങനെയാണ്. എന്നുവെച്ചാൽ പ്രായം കൂടുന്തോറും ഈ നൈറ്റിലെ ആയിരിക്കും കൂടുതൽ ഈ ഹാർട്ട് ആക്ടിവേറ്റ്, കിഡ്നീസും ഹാർട്ട് ആക്ടിവേറ്റ് ആക്കിയിട്ട് യൂറിനൊക്കെ ഡ്രെയിൻ ചെയ്യുന്നത്.